അപ്പോൾ നമുക്ക് പറയാം, ഇതും ഒരു അർത്ഥവത്തായ കാര്യമാണെന്ന്. ഒരു യുവാവ് എന്ന നിലയിൽ ഞാൻ എങ്ങനെയാണ് രാഷ്ട്രീയത്തെ കാണേണ്ടത്? രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങുന്ന മിക്കവരും വരുന്നത് നല്ലൊരു ഭരണനിർവഹണം ആഗ്രഹിച്ചല്ല. അവർ വരുന്നത് അവർക്ക് അധികാരത്തിന്റെ ലഹരിയും ആധിപത്യം സ്ഥാപിക്കാനുള്ള ആഗ്രഹവും ഉള്ളതുകൊണ്ടാണ്. അതാണ് നിങ്ങൾ ശരിക്കും ശ്രദ്ധിക്കേണ്ടത്. എന്നെ രാഷ്ട്രീയത്തിലേക്ക് കൊണ്ടുവരുന്നത് എന്താണ്? പബ്ലിക് പോളിസിയിലുള്ള താൽപ്പര്യമാണോ? അതോ മറ്റെന്തെങ്കിലും കാര്യമാണോ? മറ്റെന്തെങ്കിലും? അർത്ഥവത്തായ ജോലികൾ ചെയ്യണമെന്ന് സാർ പലതവണ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് എനിക്കിതിനെ രാഷ്ട്രീയവുമായി ബന്ധിപ്പിക്കണം എന്നുണ്ട്. കാരണം രാഷ്ട്രീയം ജനങ്ങളുടെയും സമൂഹത്തിന്റെയും ക്ഷേമത്തെ വലിയ രീതിയിൽ ബാധിക്കുന്ന ഒന്നാണ്. അപ്പോൾ ഒരാൾ നല്ല ഉദ്ദേശത്തോടും ശരിയായ മൈൻഡ് സെറ്റോടും കൂടിയാണ് രാഷ്ട്രീയത്തിൽ വരുന്നതെങ്കിൽ നമുക്ക് പറയാം അതൊരു നല്ല കാര്യമാണ്. പക്ഷെ ഒരു യുവാവെന്ന നിലയിൽ ഞാൻ രാഷ്ട്രീയത്തെ എങ്ങനെ നോക്കിക്കാണണം? അവിടെ ഭരണനിർവഹണം എന്നൊരു കാര്യമുണ്ട്. അതൊരാൾ ചെയ്തേ പറ്റൂ. കാരണം ലളിതമാണ്. വിഭവങ്ങൾ ശരിയായ രീതിയിൽ വിനിയോഗിക്കപ്പെടുന്നത് ഒരു മാക്രോ ലെവലിലിരിക്കുമ്പോഴാണ്. അത്രയേയുള്ളൂ ഭരണനിർവഹണം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നിങ്ങൾക്ക് അതിലാണ് താല്പര്യമെങ്കിൽ മുന്നോട്ടു പോകൂ. നിങ്ങൾക്ക് അതിലാണോ താല്പര്യം, അതോ മറ്റെന്തെങ്കിലും കാര്യത്തിലാണോ? നിങ്ങൾ ഒരു പദവി അലങ്കരിക്കുന്ന ഒരാളാണെങ്കിൽ അപ്പോൾ നിങ്ങളുടെ ലക്ഷ്യം ഭരണനിർവഹണമായിരിക്കണം. പക്ഷേ രാഷ്ട്രീയത്തിലേക്ക് വരുന്ന മിക്കവരും വരുന്നത് നല്ലൊരു ഭരണം കാഴ്ചവെക്കാനല്ല. അവർക്ക് ആ അധികാരത്തിന്റെ ഗന്ധവും മറ്റുള്ളവരുടെ മേൽ ആധിപത്യം ഉറപ്പിക്കാനുള്ള താല്പര്യവുമാണ് പ്രധാനം. അതാണ് നിങ്ങൾ ശരിക്കും ശ്രദ്ധിക്കേണ്ടത്. എന്നെ രാഷ്ട്രീയത്തിലേക്ക് കൊണ്ടുവരുന്നത് എന്താണ്? എന്റെ പൊതുനയത്തിലെ കഴിവാണോ? നിങ്ങൾക്കതിലാണോ താല്പര്യം, അതോ മറ്റെന്തെങ്കിലുമാണോ? നമ്മുടെ വേദങ്ങളും പഴയ കഥകളും എല്ലാം ജനങ്ങളുടെ ക്ഷേമത്തിനാണ് ഊന്നൽ നൽകുന്നത്. അപ്പോൾ ആ അധികാര രാഷ്ട്രീയത്തിൽ നമ്മൾ എങ്ങനെയാണ് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്? നിങ്ങൾ വേദങ്ങൾ വായിച്ചിട്ടുണ്ടോ? എങ്ങനെയാണ് നിങ്ങൾ അവയെ ഉദ്ധരിക്കുന്നത്? ഒരു IITയിൽ പോലും ഇതെങ്ങനെ സംഭവിക്കുന്നു? നമ്മൾ ഇന്ന് ഗ്രന്ഥങ്ങളെക്കുറിച്ച് ഒരുപാട് ചർച്ചകൾ നടത്തി. ഗ്രന്ഥങ്ങളും പുസ്തകങ്ങളാണ്. ഒരു പുസ്തകം ഒരിക്കൽ പോലും വായിക്കാതെ നിങ്ങൾ എങ്ങനെയാണ് അതിൽ നിന്ന് ഉദ്ധരണികൾ പറയുന്നത്? ദയവായി എന്നോട് പറയൂ. നിങ്ങളത് എങ്ങനെ ചെയ്യുന്നു? ഇക്കാലത്ത് ഏത് പുസ്തകങ്ങളാണ് നിങ്ങൾ ഉപയോഗിക്കുന്നത് എന്നെനിക്കറിയില്ല. പക്ഷേ ഹെർമൻ നെവിൻ വായിക്കാതെ നിങ്ങൾ എങ്ങനെയാണ് JEE പാസ്സാവുന്നത്? ഇപ്പോഴത്തെ കുട്ടികൾ അത് വായിക്കാറില്ലേ? ശരി, ഐറോഡോവ് എങ്കിലും അതിൽ ചോദ്യങ്ങളുണ്ട്. ഒരു വിഷയത്തിൽ അറിവോ വൈദഗ്ധ്യമോ പ്രവേശനമോ ലഭിക്കണമെങ്കിൽ ആ പുസ്തകവുമായി നിങ്ങൾക്ക് ആഴത്തിലുള്ള ഒരു ബന്ധം ആവശ്യമാണ്. അല്ലേ? നിങ്ങൾക്കതറിയാം. പിന്നെ എങ്ങനെയാണ് ആ പുസ്തകം തൊട്ടുപോലും നോക്കാതെ നമ്മൾ ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നത്? ഒരു തമാശ ചോദ്യം ചോദിക്കട്ടെ. നിങ്ങളിൽ എത്ര പേർ ഋഗ്വേദത്തിന്റെ ഒരു കോപ്പി എങ്കിലും നേരിട്ട് കണ്ടിട്ടുണ്ട്? നോക്കൂ. പക്ഷേ നിരന്തരം നമ്മൾ ആ വാക്കുകൾ ഉരുവിട്ടുകൊണ്ടേയിരിക്കുന്നു, അവസാനമില്ലാതെ. അതാണ് പ്രശ്നം. ഈ സാംസ്കാരികമായ അഹങ്കാരം
നിങ്ങളെ യഥാർത്ഥ അറിവ് നേടുന്നതിൽ നിന്ന് തടയുന്നു. നമുക്കൊന്നും അറിയില്ല, എങ്കിലും എല്ലാം അറിയാവുന്നതുപോലെ നമ്മൾ അഭിനയിക്കുന്നു. TV ചാനലുകളിലോ വാട്സാപ്പ് സന്ദേശങ്ങളിലോ നിങ്ങൾ ഇതൊന്നും കേട്ടിട്ടില്ലേ? നമ്മുടെ വേദങ്ങളിൽ ഇത് പണ്ട് മുതൽക്കേ എഴുതിയിട്ടുണ്ട്. എവിടെയാണ് എഴുതിയിരിക്കുന്നത്? ആരൊക്കെ വായിച്ചിട്ടുണ്ട്? നിങ്ങൾ അതിൽ തൊട്ടിട്ടുണ്ടോ? നിങ്ങൾക്ക് എവിടെ നിന്നാണ് ഇത് ലഭിക്കുന്നത്? നിങ്ങൾക്കറിയാമോ എവിടെ നിന്നാണ് ലഭിക്കുന്നതെന്ന്? സാംസ്കാരിക അഹങ്കാരത്തിൽ നിന്ന്. ആ അഹങ്കാരം നിങ്ങളെ അത് വായിക്കുന്നതിൽ നിന്ന് തടയുന്നു. യഥാർത്ഥത്തിൽ ദാർശനിക ഗ്രന്ഥങ്ങളുമായി ആഴത്തിൽ ഇടപെടുന്നത് വഴി വലിയ ഗുണങ്ങളുണ്ടാകും. പക്ഷേ എന്തിനാണ് നിങ്ങൾ അവ വായിക്കുന്നത്? നിങ്ങൾ പറയും, ഇന്റർനെറ്റ്, ന്യൂക്ലിയർ ഫ്യൂഷൻ, ബഹിരാകാശ യാത്ര, ഇതെല്ലാം പുരാണങ്ങളിലുള്ളതാണ് എന്ന് നമ്മൾ പറയുന്നു. യൂറോപ്യന്മാർ ഇതൊക്കെ നമ്മളിൽ നിന്ന് മോഷ്ടിച്ചതാണ്. അവർ മോഷ്ടിച്ചു. ഇതാണോ അടിസ്ഥാനപരമായ അക്കാഡമിക് മാന്യത? ഒന്നിനെക്കുറിച്ച് അഭിപ്രായം പറയുന്നതിന് മുമ്പ്, അല്ലെങ്കിൽ ഒരു നിഗമനത്തിലെത്തുന്നതിന് മുമ്പ് അത് വായിക്കുക എന്നത് പ്രാഥമികമായ മര്യാദയല്ലേ? അതൊരു പുസ്തകമാണ്. ആദ്യം എനിക്കത് വായിക്കണം. ഒരു വട്ടം വായിച്ചതുകൊണ്ട് മാത്രം കാര്യമായില്ല. 2, 3, 5 വട്ടം വായിക്കേണ്ടി വരും. ചിലപ്പോൾ വിദഗ്ധരുടെ സഹായം തേടേണ്ടി വരും. കാരണം ചിലയിടങ്ങളിൽ ഞാൻ കുടുങ്ങിപ്പോയേക്കാം. അപ്പോൾ എനിക്ക് വ്യക്തത വേണം. ഞാൻ വായിക്കും, ചിന്തിക്കും, ധ്യാനിക്കും, നിരീക്ഷിക്കും, താരതമ്യം ചെയ്യും, വിശകലനം ചെയ്യും. വായിച്ചു എന്ന് പറയുന്നതിന് മുമ്പ് സാധ്യമായതെല്ലാം ഞാൻ ചെയ്യും. അതല്ലേ അക്കാഡമിക് മാന്യത? ദയവായി പറയൂ. ഭാരതീയരായ നമ്മൾ ഇന്ന് അക്കാഡമിക് സത്യസന്ധതയില്ലായ്മ എന്ന കുറ്റത്തിന് പാത്രങ്ങളാണ്. അത്ര ലളിതമാണത്. നമുക്ക് മഹത്തായ ഗ്രന്ഥങ്ങളുണ്ട്, പക്ഷേ നമ്മളത് തൊട്ടിട്ടില്ല. അവയിൽ ഏതൊക്കെയാണ് യഥാർത്ഥത്തിൽ മഹത്തായതെന്ന് പോലും നമുക്കറിയില്ല. പണ്ട് നമുക്ക് നല്ല പുസ്തകങ്ങളുണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ നമ്മളിൽ ആരെങ്കിലും പോയി ഒരു മനുസ്മൃതി എടുത്തുകൊണ്ടുവരും. ഫിലോസഫിയും തിയോളജിയും തമ്മിലുള്ള വ്യത്യാസം പോലും നമുക്കറിയില്ല. ഞാൻ സംസാരിക്കുന്നത് തത്വചിന്താപരമായ ഗ്രന്ഥങ്ങളെക്കുറിച്ചാണ്, അല്ലാതെ കഥാപുസ്തകങ്ങളെക്കുറിച്ചോ ഒരു പ്രത്യേക സാമൂഹിക വ്യവസ്ഥ നിർദ്ദേശിക്കുന്ന പുസ്തകങ്ങളെക്കുറിച്ചോ അല്ല. സംസ്കൃതത്തിൽ എഴുതപ്പെട്ടതെല്ലാം മഹത്തരമാണെന്ന് അർത്ഥമില്ല. അവിടെ വിവേചന ബുദ്ധി വേണം. ഒരു ലൈബ്രറിയിൽ 100 പുസ്തകങ്ങളുണ്ട്. അവയെല്ലാം ഭാരതീയ പാരമ്പര്യത്തിൽ നിന്നുള്ളതാണ് എന്ന് കരുതുക. പക്ഷേ ഈ 100-ൽ ഏതൊക്കെ 2 പുസ്തകങ്ങളാണ് വായിക്കാൻ യോഗ്യമായത്? ബാക്കി 98 എണ്ണവും വായിക്കേണ്ടതില്ലാത്തവയാകാം. ആ 98 എണ്ണവും ലൈബ്രറിയിലല്ല, മ്യൂസിയത്തിലാണ് ഇരിക്കേണ്ടത്. പക്ഷേ 2 പുസ്തകങ്ങൾ തീർച്ചയായും വായിക്കേണ്ടവയാണ്. നമ്മൾ അർഹിക്കുന്ന ആ അക്കാദമിക് സത്യസന്ധത കാണിക്കുന്നില്ല എന്നാണ് ഞാൻ പറയുന്നത്. അപ്പോൾ നമ്മൾ ചെയ്യുന്നത് ശരിയായ രീതിയിലാണോ എന്ന് എങ്ങനെ വ്യക്തമാക്കാം? എങ്ങനെയാണ് ഇതിനെ സാർത്ഥകമായ പ്രവൃത്തിയുമായി ബന്ധിപ്പിക്കുക? നോക്കൂ, സാർത്ഥകത എന്നത് എല്ലായ്പ്പോഴും നിങ്ങൾ ആരാണ് എന്നതിനെ ആശ്രയിച്ചിരിക്കും. എനിക്ക് അർത്ഥവത്തായി തോന്നുന്നത് അവൾക്ക് അങ്ങനെയാകണമെന്നില്ല. 2 വ്യത്യസ്ത വ്യക്തികളാണ്. അതുകൊണ്ട് എന്താണ് അർത്ഥവത്തായതെന്നറിയാൻ ആദ്യം നിങ്ങൾ ആരാണെന്നറിയണം. എന്നെ തന്നെ എനിക്കറിയില്ലെങ്കിൽ എനിക്ക് എന്താണ് അർത്ഥവത്തായതെന്ന് ഞാൻ എങ്ങനെ അറിയും?
ഞാൻ വരുന്നത് ദാരിദ്ര്യത്തിന്റെ പശ്ചാത്തലത്തിൽ നിന്നാണെന്ന് കരുതുക. അല്ലേ രോഗവും അജ്ഞതയും ചൂഷണവും സാമൂഹിക അരാജകത്വവും അടിച്ചമർത്തലുകളും ഉള്ള ഒരു സ്ഥലത്തു നിന്നാണ് ഞാൻ വരുന്നത്. അത്തരമൊരു സ്ഥലത്തു നിന്നാണ് ഞാൻ വരുന്നതെങ്കിൽ ഒരുപക്ഷെ ആ സ്ഥലത്തെ സംരക്ഷിക്കുന്നതും അവിടെ അറിവും നീതിയും എത്തിക്കുന്നതുമായിരിക്കും എനിക്ക് അർത്ഥവത്തായ പ്രവൃത്തി. എന്റെ ജീവിതത്തിന് ലഭിക്കുന്ന അർത്ഥം അതാണ്. എന്നാൽ ഒരാൾ വരുന്നത് എല്ലാ സൗകര്യങ്ങളുമുള്ള ഒരിടത്ത് നിന്നാണെങ്കിൽ അവിടുത്തെ പ്രശ്നങ്ങൾ ആകുലതകളും വിഷാദവുമൊക്കെയാവാം. അപ്പോൾ ആ വ്യക്തിക്ക് അർത്ഥവത്തായ ജോലി എന്നത് മറ്റൊന്നായിരിക്കും. അതുകൊണ്ട് ഇത് നിങ്ങൾ ആരാണെന്നതിനെ ആശ്രയിച്ചിരിക്കുന്നു. അതിന് നിങ്ങൾക്ക് സ്വന്തമായി കണ്ണുകൾ വേണം. സ്വന്തം ജീവിതത്തിലേക്ക് നോക്കണം. എന്നിട്ട് പറയണം, എല്ലാവരും ഇത് ചെയ്യുന്നുണ്ടാകാം, പക്ഷെ അതല്ല ഞാൻ. അതിനാൽ പുതിയ വഴികൾ ഞാൻ തീർക്കുന്നു. എനിക്ക് ബോധ്യമുള്ള എന്റെ വ്യക്തിത്വത്തിന് ചേരുന്ന കാര്യങ്ങൾ ചെയ്യുന്നു. എല്ലാവരും ചെയ്യുന്നത് തന്നെ ചെയ്യണമെന്നില്ല. നിങ്ങൾ ഒരു വ്യാപാരി കുടുംബത്തിൽ നിന്നാകാം വരുന്നത്, അല്ലെങ്കിൽ ഉദ്യോഗസ്ഥരുടെ കുടുംബത്തിൽ നിന്ന്. നിങ്ങൾ തിരഞ്ഞെടുക്കുന്ന പാത എന്റെ പാതയാകണമെന്നില്ല. ഞാൻ എന്റെ ഭൂതകാലത്തിന് കടപ്പെട്ടവനാണെന്നല്ല ഇതിനർത്ഥം. ചില മനുഷ്യരെ ഞാൻ കണ്ടു. സഹായം ആവശ്യമുള്ള ഒരിടം ഞാൻ കണ്ടു. ആ മനുഷ്യരെ സഹായിക്കുന്നത് വലിയൊരു ലക്ഷ്യമാണെന്ന് എനിക്ക് തോന്നുന്നു. ആ സഹായം എന്റെ ജീവിതത്തിന് അർത്ഥം നൽകുമെന്ന് ഞാൻ കരുതുന്നു. അതുകൊണ്ട് ഞാൻ അത് ചെയ്യും. നിങ്ങൾക്ക് വേണമെങ്കിൽ UPSC പരീക്ഷയ്ക്ക് തയ്യാറെടുക്കാം, അല്ലെങ്കിൽ MBAക്ക് പോകാം. അതൊക്കെ നല്ലതാണ്. പക്ഷേ എനിക്ക് ചെയ്യേണ്ടത് മറ്റൊന്നാണ്. അത് എനിക്ക് അർത്ഥവത്തായി തോന്നുന്നു. സർ, അഷ്ടാവക്ര ഗീതയിൽ പറയുന്നുണ്ട്, നിരീക്ഷകനെ നിരീക്ഷിക്കുക, സ്വതന്ത്രനാവുക. നിരീക്ഷകനെ നിരീക്ഷിച്ചിട്ട് സ്വതന്ത്രനാവുക. നിങ്ങൾ ഒരിക്കലും കർമ്മിയല്ല എന്ന് തിരിച്ചറിയുക. സാക്ഷി ചൈതന്യം അഥവാ സാക്ഷി എന്നാണ് ഇതിനർത്ഥം. എങ്ങനെയാണ് എല്ലാ സംഭാഷണങ്ങളിലും പ്രവൃത്തികളിലും ഒരു സാക്ഷിയായി ജീവിക്കുക? നിങ്ങൾ സാക്ഷി തന്നെയാണ്. പക്ഷെ നിങ്ങൾ അതിനെ സാക്ഷിഭാവം എന്ന് വിളിക്കുന്ന നിമിഷം കാര്യങ്ങൾ കുഴപ്പത്തിലാകും. സാക്ഷ്യം എന്നത് ഒരു പ്രകൃതമാണ്. നിങ്ങൾക്കത് നേടിയെടുക്കാൻ കഴിയില്ല. എന്തോ നേടിയെടുത്തു എന്ന ഭാവം ഉപേക്ഷിക്കുകയാണ് വേണ്ടത്. സാക്ഷ്യമെന്നാൽ വെറുതെ അറിയുക എന്നാണർത്ഥം. അതിനപ്പുറം ഒന്നുമില്ല. പങ്കുചേരാതെ അറിയുക, പ്രതീക്ഷകളില്ലാതെ അറിയുക. അതാണ് സാക്ഷ്യം. പക്ഷേ നിങ്ങൾ ഒരുപാട് വിശ്വാസങ്ങളും പ്രതീക്ഷകളും മോഹങ്ങളും ആഗ്രഹങ്ങളും സ്വരുക്കൂട്ടി വെച്ചിട്ടുണ്ട്, അല്ലേ? അവിടെയാണ് ചോദ്യം. സാക്ഷ്യം എന്നത് എവിടെ നിന്നെങ്കിലും വാങ്ങാൻ കിട്ടുന്ന ഒന്നല്ല. പക്ഷേ സാക്ഷ്യം വഹിക്കുന്നതിന് തടസ്സമായി നിൽക്കുന്ന പലതും നിങ്ങൾ എവിടെ നിന്നൊക്കെയോ സമ്പാദിച്ചു വെച്ചിട്ടുണ്ട്. ആ തടസ്സങ്ങൾ ഉപേക്ഷിക്കണം. അറിവ് എന്നത് അപകടകരമായി തോന്നിയാൽ നിങ്ങൾക്ക് എങ്ങനെ അറിയാൻ കഴിയും? ദയവായി പറയൂ. നിങ്ങളുടെ അടുത്ത സുഹൃത്തുക്കളോട് പോലും ഒരിക്കലും ചോദിക്കാത്ത ചോദ്യങ്ങൾ നിങ്ങളുടെ ഉള്ളിലില്ലേ? അറിവ് അപകടകരമാണെന്ന് തോന്നിയാൽ നിങ്ങൾ അറിയാൻ ശ്രമിക്കുമോ? ഞാൻ നിങ്ങളോടാണ് ചോദിക്കുന്നത്. നിങ്ങളുടെ ആത്മമിത്രങ്ങളോട് പോലും നിങ്ങൾക്ക് ചോദിക്കാൻ പറ്റാത്ത ചോദ്യങ്ങളില്ലേ? ഒന്ന് പറയൂ. ആ അറിവ് അപകടമാണെങ്കിൽ നിങ്ങളില്ലേ? നിങ്ങൾ അതറിയാൻ ശ്രമിക്കുമോ? ഞാൻ നിങ്ങളോടാണ് ചോദിക്കുന്നത്. ഞാനായിരുന്നെങ്കിൽ അതിൽ തലയിടില്ലായിരുന്നു. സാക്ഷ്യം വഹിക്കുന്നതിലെ തടസ്സങ്ങൾ കണ്ടെത്തുന്ന പ്രക്രിയയിലൂടെ കടന്നുപോകൂ. കാരണം നിങ്ങൾ യുവാക്കളാണ്. നിങ്ങളുടെ പങ്കാളികളോട് പോലും നിങ്ങൾ ഒരിക്കലും ചോദിക്കാത്ത ചില ചോദ്യങ്ങളില്ലേ? പറയൂ. നിങ്ങളുടെ കാര്യം വിട്ടേക്കാം, മറ്റുള്ളവരുടെ കാര്യത്തിൽ നോക്കൂ. കാരണം സ്വന്തം ജീവിതത്തിൽ നടക്കുന്നത് തിരിച്ചറിയാൻ വലിയ പ്രയാസമായിരിക്കും. ദമ്പതികളെ നോക്കൂ. അവർ പരസ്പരം ഒരിക്കലും ചോദിക്കാത്ത ചോദ്യങ്ങളുണ്ടാകില്ലേ? കാരണം അറിയുന്നത് അപകടകരമാണ്. സത്യം അറിയുന്നത് അപകടകരമാകുമ്പോൾ നിങ്ങൾ വിശ്വാസങ്ങളിലൂടെ മുന്നോട്ടു പോകാൻ നിർബന്ധിതരാകുന്നു. നമുക്കെല്ലാവർക്കും ഉള്ളിൽ പ്രകാശം കടക്കാത്ത
ബ്ലാക്ക് ഹോൾ ഉണ്ട്. അതുകൊണ്ട് നിങ്ങൾക്ക് സാക്ഷിയാകാൻ കഴിയില്ല. സത്യത്തിൽ അതത്രയും എളുപ്പമാണ്. വളരെ എളുപ്പം. ഒരു സർജനെ കുറിച്ച് ആലോചിച്ചു നോക്കൂ. അദ്ദേഹം ഒരുപാട് തവണ വയറ് കീറി ഉള്ളിൽ എന്താണെന്ന് കണ്ടിട്ടുണ്ടാകും. അദ്ദേഹത്തിനറിയാം. പക്ഷേ ശസ്ത്രക്രിയ മേശയിലുള്ളത് അദ്ദേഹത്തിന് അത്രമേൽ പ്രിയപ്പെട്ട ഒരാളാണെങ്കിൽ ആ ശരീരത്തിന്റെ ഉള്ളറിയുന്നത് അദ്ദേഹത്തിന് പ്രയാസകരമാകും. വിശ്വാസങ്ങളും തിരിച്ചറിയലും അടുപ്പവും എല്ലാം നിങ്ങൾ അറിയുന്നതിനെ തടയുകയാണ്. അവ നിങ്ങളുടെ കണ്ണുകളെ മറയ്ക്കുന്നു. നമ്മുടെ ഗീതാ സെഷനുകളിൽ നമ്മൾ പാടാറുണ്ട്. ചില പങ്കാളികൾ ഇവിടെ ഉണ്ടെന്ന് ഞാൻ കേട്ടു. അതെ, ഒരുപാട് പേരുണ്ട്. നമ്മൾ പാടാറുണ്ട്, काम भरा हो आंख में तब सच नजर नहीं आता है. കണ്ണിൽ മോഹമുണ്ടാകുമ്പോൾ അപ്പോൾ നിങ്ങൾക്ക് സത്യം കാണാൻ കഴിയില്ല. അതാണ് സാക്ഷിയാകുന്നതിനുള്ള തടസ്സം. അല്ലാതെ സാക്ഷിയാകുക എന്നത് നിങ്ങൾ എവിടെ നിന്നെങ്കിലും പഠിച്ചെടുക്കുന്ന ഒന്നല്ല. അതൊരു നൈപുണ്യമോ അറിവോ ഒന്നുമല്ല. നിങ്ങളുടെ ആഗ്രഹങ്ങളെ ശ്രദ്ധിക്കൂ. അവ എത്രമാത്രം വഴിതെറ്റിയതാണെന്ന് നോക്കൂ. നിങ്ങളുടെ പ്രതീക്ഷകളും പ്ലാനുകളും ഭയവുമെല്ലാം എത്രമാത്രം വിചിത്രമാണെന്നൊന്ന് നോക്കൂ. അത് തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചുറ്റുമുള്ളതിനെ മനസ്സിലാക്കാൻ കൂടുതൽ എളുപ്പമാകും. അല്ലാതെ വെറുതെ കാര്യങ്ങൾ സങ്കീർണമാക്കരുത്. നിങ്ങൾ വെറുതെ ചോദിച്ചുകൊണ്ടിരിക്കും, എന്തുകൊണ്ടാണ് ഇതൊക്കെ ഇങ്ങനെ? എന്തിനാണ് ഞാൻ ഇതിലൊക്കെ ഇടപെടുന്നത്? എന്തിനാണ് എനിക്ക് ഇത്ര പേടി തോന്നുന്നത് എന്ന്. അതെ, ഈ സംഭാഷണത്തിന് ഒരുപാട് നന്ദി. നന്ദി.